വിദ്യാർത്ഥികളുടെ ആരോഗ്യത്തിന് മാത്രമല്ല പൊതുവേ തന്നെ നമ്മുടെ ചുറ്റുവട്ടത്ത് താമസിക്കുന്നവരുടെ ആൾക്കാരുടെ ആരോഗ്യത്തിനും ഒക്കെ വളരെ ദോഷകരമായി ഭവിക്കുന്ന രീതിയിലുള്ള മാലിന്യമാണ് ഇവിടെ അടിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്നത്. ഒരു 30 മീറ്ററോളം ഡ്രെയിനേജ് നമ്മുടെ കോളേജിലേക്കാണ് കെട്ടിയിട്ട് വെള്ളം മൊത്തം ഒഴുകി വിടുന്നത്. കോളേജ് വളപ്പിലെ മാലിന്യ നിക്ഷേപം വിദ്യാർത്ഥികൾക്കും ജീവനക്കാർക്കും ദുരിതങ്ങൾ സൃഷ്ടിക്കുന്നു. ആറ്റിങ്ങൽ ഗവൺമെന്റ് കോളേജ് വളപ്പിലെ ഹരിതവനത്തിനോടനുബന്ധിച്ചുള്ള ജൈവ വൈവിധ്യ പാർക്കിലെ വൃക്ഷങ്ങൾക്കിടയിലാണ് സമീപത്തെ സ്വകാര്യ വ്യക്തികൾ മാലിന്യം തള്ളുന്നത്. നിക്ഷേപിച്ചിരിക്കുന്ന മാലിന്യം കോളേജിലുള്ളതല്ല, പുറത്തുള്ള സ്വകാര്യ വ്യക്തികളുടെ മാലിന്യമാണ് ഇവിടെ ഡംപ് ചെയ്തിരിക്കുന്നത്. ഈ മാലിന്യം നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുകയും ഇനി ഇവിടെ മാലിന്യം ഡംപ് ചെയ്യാതിരിക്കാനുള്ള നടപടികൾ മുനിസിപ്പാലിറ്റി സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ജൈവ വൈവിധ്യ പാർക്കിലെ ഒരു ഭാഗം പൂർണ്ണമായും മാലിന്യം കൊണ്ട് മൂടപ്പെട്ട് കഴിഞ്ഞു. മദ്യക്കുപ്പികളും പ്ലാസ്റ്റിക് അവശിഷ്ടങ്ങളുമാണ് ഇവയിൽ ഏറെയും. സമീപ റോഡിലെ ഓടയും ഈ ഹരിതവനത്തിലേക്കാണ് തുറന്നുവിട്ടിരിക്കുന്നത്. കാലങ്ങളായിട്ട് നമ്മുടെ കോളേജ് പരിസരത്തിലേക്ക് വലിയ തോതിലുള്ള മാലിന്യം നിക്ഷേപം കൂമ്പാരം കണ്ടെത്തുകയുണ്ടായി. കഴിഞ്ഞ കുറേ കാലങ്ങളായിരുന്നു, തോന്നുന്നു ഒരു വർഷത്തിലേറെയായിട്ട് മാലിന്യം ഇവിടെ ഡംപ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. എനിക്ക് തോന്നുന്നു ലോഡ് കണക്കിന് മാലിന്യം ഇവിടെ ഒറ്റ നോട്ടത്തിൽ തന്നെ അറിയാം കോളേജിന്റെ മാലിന്യമല്ല, പുറത്തുള്ള വ്യക്തികളിവിടെ കൊണ്ടുവന്ന് ഡംപ് ചെയ്യുന്നതാണെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ ആർക്ക് കണ്ടാലും മനസ്സിലാകുന്നതാണ്. 1000-ൽ പരം വിദ്യാർത്ഥികൾ പഠിക്കുന്ന നമ്മുടെ ഈ കലാലയത്തിന് അവരുടെ ആരോഗ്യത്തിന് വിദ്യാർത്ഥികളുടെ ആരോഗ്യത്തിന് മാത്രമല്ല പൊതുവേ തന്നെ നമ്മുടെ ചുറ്റുവട്ടത്ത് താമസിക്കുന്നവരുടെ ആൾക്കാരുടെ ആരോഗ്യത്തിനും ഒക്കെ വളരെ ദോഷകരമായി ഭവിക്കുന്ന രീതിയിലുള്ള മാലിന്യമാണ് ഇവിടെ അടിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കോളേജിന്റെ ഭാഗത്തു നിന്ന് ഓഫീസിന്റെ ഭാഗത്തു നിന്ന് അറിയിച്ചത് നിരന്തരമായി മുനിസിപ്പാലിറ്റി അറിയിച്ചിട്ട് നടപടികളൊന്നും ഉണ്ടായില്ല എന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ അത് ദയവ് ചെയ്ത് നമ്മുടെ ഒരു ശുചിത്വ പരിപാലനത്തിന്റെ ഭാഗമായിട്ട് മുനിസിപ്പാലിറ്റി അധികൃതർ ഇത് കാണുകയും ഇതിനു വേണ്ട നടപടികൾ സ്വീകരിക്കുകയും ഇത്തരത്തിലുള്ള മാലിന്യങ്ങൾ ഇവിടെ അടിക്കുന്നത് ഭാവിയിൽ ഒഴിവാക്കുന്നതിന് വേണ്ട നടപടികൾ കൂടി സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇതൊരു പൊതുനന്മയ്ക്കായിട്ട് കണ്ടുകൊണ്ട് എല്ലാവരുടെ ഭാഗത്തും മാലിന്യം ഇടുന്ന ആൾക്കാരും ഇതിൽ നിന്ന് മാറി നിന്നുകൊണ്ട് എല്ലാവരും അത് പൊതുനന്മയ്ക്കായി കണ്ടുകൊണ്ട് മുൻകൈ എടുത്ത് ഇത്തരത്തിലുള്ള പരിപാടികൾ, ഇത്തരത്തിലുള്ള ദോഷപ്രവൃത്തികൾ ചെയ്യുന്നതിൽ നിന്ന് മാറി നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. 1000-ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന കോളേജ് വളപ്പിലേക്ക് ഒഴുക്കിവിടുന്ന ഓടയിൽ നിന്നുള്ള മലിനജലം കെട്ടിക്കിടന്ന് പകർച്ചവ്യാധികൾ പിടിപെടാനുള്ള സാധ്യതയും കൂടുതലാണ്. ഗവൺമെന്റ് കോളേജ് അധീനതയിലുള്ള സർക്കാർ വക ഭൂമിയാണിത്. അവിടെ സ്വകാര്യ വ്യക്തികൾ മാലിന്യം കൊണ്ട് തള്ളുന്നു. അത് പലതവണ നമ്മൾ മുനിസിപ്പാലിറ്റി അറിയിച്ചിട്ടും ഇതുവരെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. മാത്രമല്ല ഒരു 30 മീറ്ററോളം ഡ്രെയിനേജ് നമ്മുടെ കോളേജിലേക്കാണ് കെട്ടിയിട്ട് വെള്ളം മൊത്തം ഒഴുകി വിടുന്നത്. 10,000 പിള്ളേരോളം പഠിക്കുന്നിടത്ത് ഇത് ഞങ്ങൾ പലതവണ ഇത് മുനിസിപ്പാലിറ്റി അറിയിച്ചിട്ടും യാതൊരു നടപടി ഇതുണ്ടായിട്ടില്ല ഇതുവരെ. ബന്ധപ്പെട്ട അധികൃതർക്ക് മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നവർക്കെതിരെ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കോളേജ് അധികൃതർ പരാതികൾ നൽകിയിട്ടും നടപടികൾ വൈകുന്നതായും ആക്ഷേപമുയരുന്നു. തലസ്ഥാന വാർത്തകൾ, ആറ്റിങ്ങൽ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കെട്ടിട നിർമ്മാണ രംഗത്തെ കുലപതിയായി കഴിഞ്ഞ 1/4 നൂറ്റാണ്ടായി വിരാജിക്കുന്ന ഷിബൂസ് അലൂമിനിയം സെന്റർ ആൻഡ് ഹാർഡ്വെയർ ഗ്രൂപ്പിന്റെ കൂറ്റൻ മെഗാ ഷോറൂമായ ഷിബൂസ് ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് ഹാർഡ്വെയർ ആലംകോട് മസ്ജിദ് കോംപ്ലക്സിൽ ജനവിശ്വാസമാർജിച്ച് പ്രവർത്തനം തുടരുന്നു. നിങ്ങളുടെ വീടിന്റെ ഈടിനും മനോഹാരിതയ്ക്കും ആവശ്യമായ ഇന്റീരിയർ മുതൽ എക്സ്റ്റീരിയർ വരെയുള്ള എല്ലാവിധ ബിൽഡിംഗ് മെറ്റീരിയൽസിനും ഷിബൂസ് അലൂമിനിയം സെന്റർ ആൻഡ് ഹാർഡ്വെയർ. അവർ ബ്രാഞ്ചസ് ബ്രൈറ്റ് ഇലക്ട്രിക്കൽസ് ആൻഡ് റെയിൻബോ ഫുട്വെയർ ആൻഡ് ഫാൻസി, കിളിമാനൂർ റോഡ്, ആലംകോട്. അഫ അലൂമിനിയം സെന്റർ, കണ്ണൻകോട്, നിലമേൽ. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള LED ലൈറ്റുകളുടെയും ബ്രാൻഡഡ് ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി CS ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്. മാമം പാലത്തിന് സമീപം, പാലമൂട്, ആറ്റിങ്ങൽ. ഫോൺ 9349636108 702552331. CS ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്, മാമം പാലത്തിന് സമീപം, പാലമൂട്, ആറ്റിങ്ങൽ. Arabian Fashion Jewelry, ആലങ്ങോട്, പോത്തൻകോട്, ആറ്റിങ്ങൽ. അതിരുകളില്ലാത്ത ആത്മബന്ധം.